പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അറിയേണ്ട ഒരു കാര്യം വളർത്തു നായ്ക്കളിലെ പ്രതിരോധ കുത്തിവയ്പ്പ് അഥവാ വാക്സിനേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, വാക്സിനുകൾ എന്ന് പറഞ്ഞാൽ രോഗം വരാതിരിക്കാനുള്ള പ്രതിവിധിയായി നാം നൽകുന്ന മരുന്നുകളെയാണ്. നായയുടെ മരണത്തിന് തന്നെ കാരണമായേക്കാവുന്ന ചില രോഗങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചാണ് നാം ഇന്നറിയുന്നത്. നായ്ക്കളെ സാധാരണ ബാധിക്കുന്ന രോഗങ്ങളായ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, പാർവോ ഇൻഫെക്ഷൻ, കനൈൻ ഡിസ്റ്റംബർ, പാര ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ആദ്യമായി നായ്ക്കുട്ടിക്ക് നൽകേണ്ടത്. നായ്ക്കുട്ടിക്ക് 45 ദിവസം പ്രായമുള്ളപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ നൽകണം. അതിനുശേഷം 1 മാസത്തിന് ശേഷം ഇതേ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകുകയും വേണം. വീണ്ടും വർഷാവർഷം ഈ പ്രതിരോധ കുത്തിവയ്പ്പ് ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മരണത്തിന് പോലും കാരണമായേക്കാവുന്ന രോഗങ്ങളിൽ നിന്നും നമ്മുടെ അരുമമൃഗത്തെ നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് പേവിഷബാധ. ഇതൊരു ജന്തുജന്യ രോഗം കൂടി ആയതുകൊണ്ട് എല്ലാ അരുമ മൃഗസ്നേഹികളും തങ്ങളുടെ ഓമന മൃഗങ്ങളെ അല്ലെങ്കിൽ വളർത്തു നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണം. നായ്ക്കുട്ടിക്ക് 3 മാസം പ്രായമാകുമ്പോൾ ആദ്യത്തെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുകയും അതോടൊപ്പം 1 മാസത്തിന് ശേഷം ഇതിൻ്റെ തന്നെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകുകയും വേണം. വീണ്ടും എല്ലാ വർഷവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് ആവർത്തിക്കുകയും വേണം. കഴിയുന്നതും പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് 10 ദിവസത്തിന് മുമ്പായി വാക്സിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി വിരമരുന്ന് നൽകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കൃത്യമായ ഇടവേളകളിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിനും കൃത്യമായ നല്ല ഉന്നത നിലവാരമുള്ള വാക്സിനുകൾ നൽകുന്നതിനും ഓരോ അരുമ മൃഗസ്നേഹിയും ശ്രദ്ധിക്കേണ്ടതാണ്.